ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ളൊരു സ്നാക്സ് ആണല്ലോ ഇത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാണിത്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 250 ഗ്രാം ചിക്കൻ ചേർക്കാം. ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർക്കാം. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി കട്ട്ലറ്റിലേക്ക് ആവശ്യമുള്ള മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് ക്രംസ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് മുങ്ങാൻ മാത്രമുള്ള അത്ര എണ്ണ എടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. കട്ട്ലറ്റിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.